പിന്നെ കാനഡക്ക് CV അയച്ചിട്ട് എന്തായി റിപ്ലൈ എന്തെങ്കിലും വന്നോ? കാനഡയ്ക്ക് CV വെച്ചിട്ടേ ഓരെന്നെ മെയിലിലോട്ട് റിപ്ലൈ വന്നേക്കാണ്. ക്യാൻ യു ടോക്ക് മീ ആർ യു ഫ്രീ നൗ? എന്നിട്ട് ഞാൻ പറഞ്ഞ ഫ്രീ ആണ്. ആ സമയത്ത് എനിക്ക് അവിടെ റേഞ്ച് ഇല്ല. ആ ഞാൻ പറഞ്ഞ വൈഫൈയില് ആണ് ഉള്ളൂ. ഒരു വാട്സപ്പ് കോളോ അങ്ങനെ എന്തെങ്കിലും ഇവരൊക്കെ സാധാരണ പ്രൊഫഷണൽ ആയിട്ട് ചെയ്യണ്ട. അപ്പൊ ഇന്റർനെറ്റ് കോൾ ഇപ്പൊ വാട്സപ്പിൽ വിളിക്കണം എന്നില്ലല്ലോ. അപ്പൊ ഇന്റർനെറ്റ് കോൾ എന്തെങ്കിലും അവൈലബിൾ ആണെന്ന് പറഞ്ഞു. ഉം. ഓരെന്തെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്പർ അയച്ചു. ആ നമ്പർ നോക്കുമ്പോ എന്താണ് നമ്മുടെ 00 സെറ്റപ്പ് ആണ്. ഏത് USA അല്ലെങ്കിൽ കാനഡന്റെ മറ്റേ കോഡ് ഉണ്ടല്ലോ, അതാണ് അത്. അപ്പൊ ഞാൻ ഓക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു വിളിക്കുകയാണ്. ഞാൻ ഇങ്ങനെ ഫോൺ എടുത്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇംഗ്ലീഷ് എന്താന്ന് നമുക്ക് അറിയാലോ. ഉം. ഏകദേശം അങ്ങോട്ടും ഇങ്ങോട്ടും എന്നൊക്കെ പറ്റിയിട്ടാണ് നമ്മൾ ഇംഗ്ലീഷ് പറയാ. ഓരും അതുപോലെ തന്നെ ഇംഗ്ലീഷ് പറയുന്നത്. അത് പിന്നെ പോട്ടെ എന്ന് വിചാരിക്കാം. അപ്പൊ എന്നോട് ചോദിക്കുകയാണ് എന്താണ് ക്വാളിഫിക്കേഷൻ എന്നൊക്കെ. ഞാൻ പറഞ്ഞു BBT പഠിച്ചതാണ് അതാണ് എന്താന്ന് പറഞ്ഞു. ഉം. ഞാൻ ഇപ്പം ഇവര് പറഞ്ഞു എനിക്ക് പുള്ളിക്കാരനൊരു ക്ലിനിക്ക് കാനഡയിലുണ്ട്, അപ്പൊ അതിലേക്കാണ് വിളിച്ചത്. അപ്പൊ പക്ഷെ നമ്മള് ഓൺലൈൻ നോക്കിയപ്പോ രണ്ടുമൂന്ന് ക്ലിനിക്ക് ഉണ്ടല്ലോ. 2-3 ക്ലിനിക്ക് കണ്ടു. അവർക്ക് ക്ലിനിക്ക് ഉണ്ടെന്നാ പറഞ്ഞിട്ടുള്ളൂ. എത്ര ക്ലിനിക്ക് ഉണ്ടെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഇല്ല. ഓക്കെ. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് നമ്മളാണല്ലോ മെയിൻ. ഇപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മള് മെയിൻ ഏത് 3.5 ലക്ഷം രൂപ സാലറി ആണെന്ന് ആലോചിക്കണം. 3.5 ലക്ഷം രൂപ ഞാനിവിടെ മനക്കോട്ട കെട്ടിയിട്ട് അതിന്റെ അപ്പുറത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. ഒരു തള്ളു വന്നു കഴിഞ്ഞാൽ താഴെ പോകും. പീക്ക് എക്സ്പെക്ടേഷന്റെ പീക്കിൽ നിൽക്കുകയാണ്. ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ നമ്മളെ ഹയർ ചെയ്യാൻ പോവാണ്. അപ്പൊ എന്തായാലും വിളിച്ചല്ലോ. ഞാനാണ് അവിടെ നമ്മുടെ കൂട്ടത്തില് ആദ്യം വിളിച്ചത് നമ്മളാണേ. അപ്പൊ ഓക്കെ അന്ന് കിട്ടുവായി. വിളിച്ചിട്ടില്ല. ഇല്ല, നിങ്ങളെ വിളിച്ചിട്ടില്ല. വിളിക്കല്ലോ നമുക്ക് അറിയത്തില്ല. അപ്പൊ അതുവരെ വിളിച്ചിട്ടില്ല. മെയിൽ റിട്ടേൺ മെയിലൊന്നും വന്നിട്ടില്ല. മെയിൽ റിട്ടേൺ അപ്പൊ നമുക്ക് വന്നപ്പോ നമുക്ക് ഓക്കെ അവർ ഇൻട്രസ്റ്റഡ് ആയിട്ടായിരിക്കും നമ്മളെ വിളിച്ചിട്ടുണ്ടാവുക. ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചു അപ്പൊ എന്താ റിക്വയർമെന്റ് എന്ന് ചോദിച്ചു. വാട്ട്സ് റിക്വയർമെന്റ് എന്ന് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു BPT ഇവര് 10+2 BPT എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതിനും പ്രശ്നം തോന്നിയില്ല. അപ്പൊ ഞാൻ ചോദിച്ചു നമ്മള് ആക്ച്വലി ഞാൻ മുന്നേ കാനഡയുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കിയിട്ടുണ്ട്. കാനഡയുടെ കാര്യങ്ങൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോ അത് എഡ്യൂക്കേഷന് വേണ്ടിയിട്ടാണ് നോക്കിയത്. എഡ്യൂക്കേഷന് വേണ്ടി നോക്കി കഴിഞ്ഞപ്പോ അവിടുത്തെ യൂണിവേഴ്സിറ്റി കാര്യങ്ങൾ നോക്കിയിട്ടുണ്ട്. അപ്പൊ അവിടെ അതിന്റെ കൂടെ നമുക്ക് അവിടെ റിക്വയർമെന്റ്, അതായത് എന്താണ് അവിടുത്തെ അവിടെ ജോലി ചെയ്യാൻ വേണ്ട റിക്വയർമെന്റ് എന്താന്നൊക്കെ നോക്കി. ആക്ച്വലി അവിടുത്തെ ജോലി ചെയ്യണം നമ്മൾ ഫിസിയോതെറാപ്പിസ്റ്റ് ആയിട്ട് ജോലി അവിടുത്തെ മെമ്പർഷിപ്പ് വേണ്ടേ? അവിടുത്തെ മെമ്പർഷിപ്പ് മാത്രമല്ല, നമ്മൾക്ക് അവിടെ എക്സാം ഉണ്ട്. അത് പാസ്സായി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അവിടെ വർക്ക് പെർമിറ്റ് കിട്ടത്തുള്ളൂ. പക്ഷെ അതിനെ പറ്റിയിട്ടൊന്നും പറയുന്നില്ല. അതിനെ പറ്റിയിട്ട് പറയുന്നില്ല. അത് നിക്ക് ഇപ്പം വർക്ക് പെർമിറ്റ് കിട്ടണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് പണിയുള്ള ഏർപ്പാടാണ്. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് ഇതില് എക്സാം കുറച്ച് പണിയുണ്ട്, അതിന് പഠിക്കണം. അതായത് നമ്മുടെ ഇവിടത്തെ ഫിസിയോതെറാപ്പി എന്ന് പറഞ്ഞ കോഴ്സ് അവിടത്തെ കോഴ്സുമായിട്ട് ഇക്വലന്റ് ആവണം. അതിന് എക്സാം ഉണ്ട്. അതിനുള്ള എക്സാം ഉണ്ട്. ഓസ്ട്രേലിയക്കുണ്ട് അതുപോലെ ഉണ്ട്. ഏകദേശം എല്ലാ കൺട്രികൾക്കും അങ്ങനെ തന്നെ ഉണ്ട്. അപ്പൊ ഞാൻ എഡ്യൂക്കേഷൻ നോക്കി ഈ പറഞ്ഞ പോലെ അവിടെ നമ്മളവിടത്തെ PG എടുത്തു കഴിയുമ്പോൾ അവിടത്തെ ഇക്വലന്റ് ആവും. പിന്നെ നമുക്ക് കൂടുതൽ പിന്നെ എന്താ IELTS എന്തോ മതി, പിന്നെ PR കിട്ടാനുള്ളത്. ആ രീതിയിലാണ് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പം പുള്ളിക്ക് ഇത് അറിയത്തില്ലല്ലോ, നമുക്ക് ഈ സാധനം നോക്കിയിട്ടുണ്ടെന്ന് അറിയത്തില്ല. ഞാൻ പറഞ്ഞു, പുള്ളി പറഞ്ഞു ഫിസിയോ അസിസ്റ്റന്റ് ആയിട്ടാണ് വരുന്നത്. അതെങ്ങനെ ഫിസിയോതെറാപ്പി അസിസ്റ്റന്റ് ആണ് അവിടുത്തെ മറ്റേ ഈ പറഞ്ഞ പോലെ അൾട്രാസൗണ്ട് ചെയ്യുക, അതിന് മറ്റേ തുടയ്ക്കുക, തുണി എടുത്ത് വെക്കുക, അത് മതിയല്ലോ. എന്നിട്ട് പുള്ളി പറഞ്ഞു അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഹയർ ചെയ്യും, ഇതാണ്. ഞാൻ ഹയർ ചെയ്ത് കഴിഞ്ഞാലും ഞാൻ എക്സാം ചെയ്തിട്ടുണ്ട്. പുള്ളി അവിടെ നിന്ന് ഹയർ ചെയ്തിട്ട് കാര്യമില്ല. ഞാനിവിടെ എക്സാം എഴുതിയാലേ ഞാൻ പാസ്സാവുള്ളൂ. എന്തേലും ആട്ടെ അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ 1 ലക്ഷം രൂപ വന്നു. അപ്പൊ 3 ലക്ഷം എന്നുള്ളത് 1 ലക്ഷമായി. എന്തേലും ആട്ടെ 1 ലക്ഷം രൂപയെങ്കിൽ 1 ലക്ഷം രൂപ നാട്ടിൽ നിന്ന് ഉണ്ടാക്കാം, അത് വേറെ കാര്യം. പക്ഷെ അതുകൊണ്ട് ഈ 1 ലക്ഷം രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 1300 സംതിങ് കനഡിയൻ ഡോളറേ ഉള്ളൂ. മനസ്സിലായോ? ഇവിടെ തീപ്പെട്ടി മേടിക്കാൻ പോലും തികയില്ല. ഈ ഒരു 10% ടാക്സ് ഉണ്ട്. അത്ര ടാക്സ് ഗവൺമെന്റ് ടാക്സും കൊടുക്കണം, പ്ലസ് ടാക്സ് കൊടുക്കണം, 3%. അപ്പം ഞാൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ചോദിച്ചു റിക്വയർമെന്റ് ഇതൊക്കെയാണോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ എന്താ ചെയ്യണമെന്ന് ചോദിച്ചു. ഇപ്പൊ നിങ്ങൾ ഇത്രയൊക്കെ പറഞ്ഞു, നിങ്ങൾക്ക് റിക്വയർമെന്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഞാൻ എന്താ ചെയ്യണം? അപ്പൊ അവര് പറയുന്നത് ആരും എനിക്ക് തോന്നുന്നില്ല, ഞാൻ ഇതുവരെ കണ്ടിട്ട് എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിലൊന്നും ഈ വാട്സപ്പിൽ വോയിസ് കോൾ വന്നിട്ട് ഇന്റർവ്യൂ എടുക്കുന്നത് ഞാനും കണ്ടിട്ടുള്ളൂ. ഒന്നല്ലെങ്കിൽ സൂം കോള്, അല്ലെങ്കിൽ മിനിമം ഒരു വീഡിയോ കോൾ എങ്കിലും ചെയ്യാം. സൂം കോള് മെയിൻ ആയിട്ട് എല്ലാവരും വരുന്നത്, എല്ലാവരും പ്രിഫർ ചെയ്യുന്നവരെ. അതും അവരെ ടൈം ഷെഡ്യൂൾ ചെയ്തിട്ട് അങ്ങനെ അവര് സൂം കോൾ ചെയ്യത്തുള്ളൂ.
അപ്പം എനിക്കിതൊരു ചെറിയൊരു ഡൗട്ട് തോന്നി. ഇതിപ്പം നമ്മളെ പറ്റിക്കാനുള്ള ഏർപ്പാടാണെന്ന് വെച്ചാൽ അപ്പൊ ഞാൻ ചോദിച്ചു ആ, ഇത് വീഡിയോ കോളോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അപ്പൊ അവര് പറഞ്ഞു എന്നെ ഹയർ ചെയ്തിട്ടില്ല, അപ്പൊ ഞാൻ ഇത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം. ഞാൻ പറഞ്ഞു ഞാൻ ഇൻട്രസ്റ്റഡ് ആണ്, കുഴപ്പമില്ല. കാര്യം ഓക്കെ ഫൈൻ, എങ്ങനെയെങ്കിലും കയറി പോവാന്നുള്ള രീതിയിലാണ് നമ്മൾ നോക്കുക. ഓക്കെ ഞാൻ ഇൻട്രസ്റ്റഡ് ആണ്. അപ്പൊ അവിടുത്തെ റിക്വയർമെന്റ് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, ഓര് പറയുന്നത് അത്ര അവിടുത്തെ 30,000 US ഡോളർ, കനേഡിയൻ ഡോളർ പറഞ്ഞു. ഇവിടുത്തെ ഒരു കനേഡിയൻ ഡോളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 61, ഒരു കനേഡിയൻ ഡോളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ റുപ്പി 61 രൂപയാണ്. ഞാനിത് നോക്കിക്കഴിഞ്ഞപ്പോ കൂട്ടി നോക്കിക്കഴിഞ്ഞപ്പോ ഈ പുള്ളിയോട് സംസാരിക്കുന്ന ഇടയ്ക്ക് ഞാൻ മറ്റേ പോയിട്ട് കാൽക്കുലേറ്റർ കൂട്ടി നോക്കിക്കഴിഞ്ഞപ്പോ ഏകദേശം 18 ലക്ഷത്തിന്റെ, അതായത് 19 ലക്ഷത്തിന്റെ അടുത്ത്. എന്തിന്റെ എന്ത് എക്സ്പെൻസ് ആണ് അവര് പറയുന്നത്? അതാ പറഞ്ഞത്. ഇവര് പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് വർക്ക് പെർമിറ്റ് വേണം. വർക്ക് പെർമിറ്റ് കിട്ടിക്കഴിയുമ്പോ 10,000 ഡോളർ. വിസ വരും. വിസ വന്നു കഴിയുമ്പോ 10,000 ഡോളർ. നമുക്കെന്താ ഉറപ്പ് ഉള്ളതാണോ? അതാ പറഞ്ഞത്. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ നമുക്ക് ടെക്നിക്ക് അറിയാലോ, ഇമാതിരി സാധനങ്ങളൊക്കെ നമ്മൾ പിന്നെ കണ്ടിട്ടുണ്ട്. അത് എങ്ങനെ പൈസ അടിച്ചെടുക്കാതെ നോക്കി നടക്കുകയാണ്. 10 ലക്ഷം രൂപ എന്താ മറ്റേ പണം കഴിക്കുന്ന പറഞ്ഞ ഞാൻ കുലുക്കിച്ചടിക്കുക. അപ്പൊ ആ 10,000 ഡോളർ എന്ന് പറഞ്ഞാൽ 6,10,000 രൂപയുണ്ട് ഏകദേശം നാട്ടിലത്തെ. ഇങ്ങനെ ഉണ്ടാക്കുക. ഞാൻ പറഞ്ഞു ചുമ്മാ എടുത്ത് അതും ഫിസിയോതെറാപ്പി അസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ ഈ പൈസ മൊത്തം എടുത്തു കൊടുക്കാൻ പറ്റുമോ? ഇല്ല, ഫേക്കാണ്. ഫേക്കാണെന്ന്. ഫേക്കും ഒരു 90% ഫേക്കാണ്. അപ്പൊ ഞാൻ പറഞ്ഞു അപ്പൊ അതുവരെ പിന്നെ അത് അവിടെ എത്തിക്കഴിഞ്ഞിട്ട് 10,000 രൂപ. അപ്പൊ ഞാൻ പറഞ്ഞു വർക്ക് പെർമിറ്റ് എങ്ങനെയാ കിട്ടുക? ശരി, അപ്പൊ നമ്മൾ എന്ത് പേപ്പർ വർക്കാ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. നിങ്ങൾ പേപ്പർ വർക്ക് എന്ത് ചെയ്യുന്നത്? നമ്മൾ പേപ്പർ വർക്ക്, അത് ഇംഗ്ലീഷിലാട്ടോ, അത് തപ്പിത്തറഞ്ഞൊക്കെയാണ് പറയുന്നത്, ഒപ്പിക്കുകയാണ്. പേപ്പർ വർക്ക് ഒന്നും ചെയ്യണ്ട, നമ്മൾ ക്ലിനിക്ക് നഷ്ടത്തിലാണോ? ക്ലിനിക്ക് നഷ്ടത്തിലാണോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. അപ്പൊ ശരി, നിങ്ങൾ എന്ത് വർക്കാ ചെയ്യുന്നത്, അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ സെൻഡ് ചെയ്യാൻ പറഞ്ഞു. ഓര് പറയുന്നു വർക്ക് പെർമിറ്റ് കിട്ടുക എന്നുള്ളതാണ് ആദ്യത്തെ ഇത്. ശരി, വർക്ക് പെർമിറ്റ് വേണം. ശരി, അവർ ഒരു രാജ്യത്തേക്ക് പോകുമ്പോൾ അവിടെ വർക്ക് ചെയ്യാൻ വർക്ക് പെർമിറ്റ് വേണം. ഈ വർക്ക് പെർമിറ്റ് കിട്ടേണ്ടതിന്റെ രീതി എങ്ങനെയാണെന്ന് വെച്ചു. ഓര് പറയുകയാണേ എനിക്ക് വർക്ക് പെർമിറ്റ് ഉണ്ട്, അതെനിക്ക് തരാം. ഓന് വർക്ക് പെർമിറ്റ് എന്റെയിലേക്ക് മാറ്റിത്തരാം. ഓന്റെ വർക്ക് പെർമിറ്റ് എങ്ങനെയാണ് എനിക്ക് എന്റെയിലേക്ക് മാറ്റിത്തരിക? എന്താ മറ്റേത് ബ്ലേഡ് കൊണ്ട് ചിരണ്ടിയിട്ട് മറ്റേ കിട്ടുക? കനേഡിയൻ ഗവൺമെന്റ് വേറെ വല്ല ഇറക്കാൻ പാടില്ല. എന്റെ കുറച്ച് ഭക്ഷണം നിനക്കും തരാം. ഇത് ഇവർക്ക് ഉപമാരെന്താ പൊട്ടന്മാരാണ്? കാനഡിയൻ ഗവൺമെന്റ് അവർ അതേപോലെ നോക്കിയിട്ടാണ് ആൾക്കാരെ സെലക്ട് ചെയ്തിട്ട് അവർ റിക്രൂട്ട് ചെയ്യുന്നത്. അതായത് ചുമ്മാ വർക്ക് പെർമിറ്റ് ഓരോരുത്തന്നെ മാറ്റിയിട്ട് പുറത്തോട്ട് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ പോയി ജയിലിൽ പോയി കിടക്കേണ്ടി വരും. പിടിച്ചു കഴിഞ്ഞ് ഒന്നല്ലെങ്കിൽ അവര് ഇങ്ങോട്ടേക്ക് വിസ ക്യാൻസൽ ചെയ്ത് തിരിച്ചയക്കും. ഇത് വേറെ കാര്യമുണ്ട്, ഇവൻ പറ്റിയില്ലാണല്ലോ, അപ്പൊ വിസയൊന്നും കിട്ടാൻ പോകുന്നില്ല. അപ്പൊ പോക്കും നടക്കില്ല, ഒന്നും നടക്കില്ല. അതുകൊണ്ട് വിസ ക്യാൻസൽ ആവുന്ന രീതി അവിടെ നിൽക്കട്ടെ. എന്നിട്ട് വിസ വന്നു കഴിഞ്ഞിട്ട് അടുത്ത 10,000 ഡോളർ. ഞാൻ പറഞ്ഞ് അപ്പൊ എന്നോട് ഇൻട്രസ്റ്റഡ് ആണെന്ന് ചോദിക്കുക. ഇൻട്രസ്റ്റഡ് ആയാൽ മാത്രമേ ഇപ്പം മറ്റേ സംഭവം കൊടുത്തുള്ളൂ, അത് വീഡിയോ കോൾ ഒക്കെ ചെയ്തിട്ട് വരത്തുള്ളൂ. അല്ലെങ്കിൽ വീഡിയോ കോൾ പറ്റത്തില്ല. കാര്യം വിസ വന്നാൽ മാത്രമേ വാട്സാപ്പിൽ വീഡിയോ കോൾ നടക്കത്തുള്ളൂ, അല്ലെങ്കിൽ വീഡിയോ കോൾ നടക്കത്തില്ലല്ലോ. അത് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഇൻട്രസ്റ്റഡ് ആണോന്ന് ചോദിച്ചോ, പൈസ ഉണ്ടോന്ന് ചോദിച്ചു. ഞാൻ ആദ്യം പറഞ്ഞു ഓക്കെ പൈസ റെഡിയാണ്, അന്നാ ഓക്കെ എന്ന് പറഞ്ഞു. ഞാൻ കുറെ ഇങ്ങനെ ഇവനോട് ഇങ്ങനെ സംസാരിച്ച് ചകഞ്ഞ് ഞാൻ കുറെ എടുത്തു. ഞാൻ പറഞ്ഞു ഐ എം ഇൻട്രസ്റ്റഡ് വിത്ത് ദീസ് എക്സ്പെൻസസ് പോകും. ഞാൻ ഇൻട്രസ്റ്റഡ് ആണ്, ഈ എക്സ്പെൻസ് ഇല്ലേ ഞാൻ ഇൻട്രസ്റ്റഡ് ആണ്. പറഞ്ഞ് പൈസ ഇല്ലാതെ പറ്റില്ല, അതല്ല ഇതാ തോന്നുന്നു. ഞാൻ പറഞ്ഞു തന്റെ വർക്ക് പെർമിറ്റ് താൻ എനിക്ക് തരുന്ന വെച്ചാൽ എനിക്ക് അവിടെ വർക്ക് പെർമിറ്റ് കിട്ടത്തില്ല. താങ്കൾക്ക് വർക്ക് പെർമിറ്റ് ഉണ്ടെങ്കിൽ താങ്കൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അതായത് എന്റെ വർക്ക് പെർമിറ്റ് ഉണ്ടെങ്കിൽ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇനി താങ്കൾ എന്തെങ്കിലും അങ്ങനെ ചെയ്യാന്നുണ്ടെങ്കിൽ എനിക്ക് അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എനിക്ക് സെൻഡ് ചെയ്യാൻ പറഞ്ഞു. അല്ല ചുമ്മാ ഒരാൾക്ക് 6 ലക്ഷം മറ്റേ ആദ്യം 6 കൊടുക്കാൻ പറഞ്ഞത്, 10,000 കൊടുക്കാൻ പറഞ്ഞത്, 10,000 ഡോളർ ഇവന് കൊടുക്കേണ്ടത്. മറ്റേ ഇവൻ ചോദിക്കുന്ന പറഞ്ഞ മറ്റേ എടുത്തു കൊടുക്കാൻ ഞാൻ എന്താ അമ്മയിച്ചനാണ്. ശിവാ സാറേ എനിക്കോ കിട്ടിയില്ല. ഇതിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കറക്റ്റ് ആയിട്ട് അറിയുന്ന ആരുമില്ല. ഈ കുറെ നമ്മള് ഇൻസ്റ്റഗ്രാമിൽ കുറെ ആഡ്സ് കണ്ട്, കാനഡ, ഓസ്ട്രേലിയ, പിന്നെ അതുപോലെ ന്യൂസിലാൻഡ്, ഫിൻലാൻഡ്, അയർലാൻഡ്, പിന്നെ ഇതൊക്കെ ലക്സംബർഗ് സുക്കംബർഗ് അല്ല ലക്സംബർഗ്, അങ്ങനെ കുറെ കൺട്രീസ് കാണുന്നുണ്ട്.
ബേസിക് ആയിട്ട് IELTS വേണം. ഓസ്ട്രേലിയക്ക് ആണെങ്കിൽ IELTS, ജർമ്മനി പഠിക്കാം. പക്ഷെ ജർമ്മനിയിൽ ഓൾറെഡി വാക്കൻസി ഉണ്ട്. ഹെൽത്ത് കെയർ സെക്ടർ നല്ല വാക്കൻസി ജർമ്മനിയിലുണ്ട്. പക്ഷെ കറക്റ്റ് ആയിട്ട് റിക്രൂട്ടിൽ ഇന്നൊരു വളരെ റയറാണ്. ഇപ്പൊ ഇയാളിപ്പോ 30 ലക്ഷം രൂപ, 30 ലക്ഷം അല്ല, 30,000 കനേഡിയൻ ഡോളർ. അപ്പൊ ഒരു 30ന്റെ അടുത്ത് 28 അതിന്റെ 18-19 ലക്ഷം 20ന്റെ അടുത്ത് വരും. അതിൽ എന്താണ് അവർ ബ്രേക്ക് ഡൗൺ ചെയ്ത് പറഞ്ഞിട്ടില്ല എന്തിനൊക്കെയാണ്. ഇപ്പൊ ഓസ്ട്രേലിയക്ക് ഏകദേശം 5 ലക്ഷം ആദ്യം നമ്മുടെ മൊത്തം വെരിഫിക്കേഷൻ എടുക്കണമെന്നു, ഡാറ്റ ഫ്ലോ പോലെ എന്തൊക്കെ വെരിഫിക്കേഷൻ കഴിയണം. അതിന് ശേഷം PT, അതേപോലെ IELTS എക്സാം ഉണ്ട്, IELTS ഉണ്ട്, 7 സ്കോർ. അതേപോലെ ഇവരൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോ ജെന്യൂൻ ആയിട്ടുള്ള ആൾക്കാരെ ഇപ്പൊ റിക്രൂട്ട് ചെയ്യുന്നവര് കമ്മിയാണ്. എവിടുന്ന് കണ്ടുപിടിക്കും റിക്രൂട്ടേഴ്സും? കുറെ ആൾക്കാർ പൈസ പോയ ആൾക്കാരില്ലേ അതേപോലെ പോയിട്ട്. അത് നമ്മള് ഈ ഓൺലൈനിൽ വരുന്നതൊക്കെ അടച്ചു വിശ്വസിക്കാണ്ട് കുറച്ചൊക്കെ ഇതിനെ അന്വേഷിക്കും. അത് നമ്മള് ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു കൺസൾട്ടേഷനിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒരു ഏജൻസിയിലേക്ക് പോയി കഴിഞ്ഞാൽ ആ ഏജൻസി അവിടെ ഉണ്ടോന്ന്, അവിടെ ആ ബിൽഡിംഗ് എന്തെങ്കിലും ഉണ്ടോന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മൾ ഉറപ്പുവരുത്താം. ഞാൻ മെയ്ക്ക് ടു ജർമ്മനി പറഞ്ഞ ഞാൻ അയച്ചില്ല. നമുക്ക് ഓൾറെഡി ജർമ്മനി, ഓസ്ട്രേലിയ ഒക്കെ കുറച്ച് ഹെൽത്ത് കെയർ സെക്ടേഴ്സ് ആവശ്യമുണ്ട്. ഓസ്ട്രേലിയ എന്തോ 6,000-7,000 ഫിസിയേഴ്സ് എന്തോ ആവശ്യമുണ്ട്, ഭയങ്കരമായിട്ട് ആവശ്യമുണ്ട്. IELTS കഴിഞ്ഞിട്ട് ഡയറക്റ്റ് PR ഒക്കെ കിട്ടും തോന്നുന്നുണ്ട്. PR ഇപ്പൊ എല്ലാത്തിലും കിട്ടിക്കൊള്ളുന്നില്ല. നമുക്ക് PR അപ്ലൈ ചെയ്യാം. നമുക്ക് ഷോർട്ടേജ് പ്രൊഫഷന് എന്തായാലും കിട്ടും. നേഴ്സ്, അതേപോലെ കുറെ ഉണ്ട്. പക്ഷെ അത്യാവശ്യം സാലറി അവർ തരുന്നുണ്ട്. ഇത് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു കൺസൾട്ടേഷൻ ഏജൻസിനെ കുറിച്ച് കേട്ട് കഴിയുമ്പോൾ അവർ നമ്മളെ കോൺടാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ കൺസൾട്ടേഷൻ ഏജൻസി എവിടെയാണെന്ന് ചോദിക്കുക. എന്നിട്ട് അവിടെ എന്ത് ചെയ്യുക, നമ്മളൊരു ദിവസം നമ്മൾ ഈ 1 ലക്ഷം 2 ലക്ഷം രൂപ, ഈ 6 ലക്ഷം രൂപയൊക്കെ പോകുന്നേക്കാളും ഒരു ദിവസം നമ്മൾ പോയി നോക്കിയിട്ട് കിട്ടിയിട്ടുണ്ടെന്ന് നോക്കുക. അപ്പൊ അവിടെ ഒരു ഏജൻസി ഉണ്ടാവും, ആ ഏജൻസിയിൽ ആൾക്കാർ വരുന്നുണ്ടാവും. അപ്പൊ വന്ന ആൾക്കാരുടെ എക്സ്പീരിയൻസ് എന്താണെന്ന് ചോദിക്കുക. അവരോട് കുറച്ച്, ഇവരോട് മാത്രമല്ലാണ്ട് അവിടുത്തെ ജീവനക്കാരോട് മാത്രമല്ലാണ്ട്, പിന്നെ ഈ കിട്ടിയ ആൾക്കാരുടെ അടുത്ത് അവരുടെ നമ്പർ തരാൻ അവർ തയ്യാറുണ്ടെങ്കിൽ ഒരുവിധമൊക്കെ ജെനുവിനാവും. അതിനും ജെനുവിന് അവര് പറയും ഞങ്ങള് ഇപ്പൊ കസ്റ്റമേഴ്സിന്റെ പേഴ്സണൽ ഹിസ്റ്ററി തരാൻ പറ്റില്ല എന്നൊക്കെ പറയും. അതെന്നെ കണ്ടാൽ തന്നെ ഉടായിപ്പെന്ന് മനസ്സിലാവും. അല്ല, അത് പിന്നെ അവിടെ വരുന്ന ആൾക്കാരും ഉണ്ടാവും, ഓരോടും കാര്യങ്ങളൊക്കെ ചോദിക്കാൻ നോക്കുക. അപ്പൊ കുറച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ. എന്താ അറിയും, നമ്മുടെ നാട്ടിലാർക്കും ക്യാഷ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വിളിച്ചാൽ കിട്ടില്ല, അല്ലെങ്കിൽ ക്യാഷ് അക്കൗണ്ടിൽ കിട്ടിട്ടുണ്ട് നാളെ തരാ. ഇതിലെന്താ പ്രശ്നം എന്നറിയാം. അതേപോലെ പിന്നെ ഈ പൈസ പോയാൽ കിട്ടൂല. ഇപ്പൊ വേറെ അക്കൗണ്ടൊക്കെ എന്തെങ്കിലും